ഇന്ന് നമുക്ക് അരിപ്പൊടിയും കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഞാനിവിടെ 200 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 400 ഗ്രാമാണ് അരിപ്പൊടി എടുക്കണമെന്ന് വെച്ചാൽ 2 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെ ക്വാണ്ടിറ്റി അപ്പോൾ കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, കുറവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു ബനാന അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വാട്ടിയിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മിൽക്ക് ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം, വെള്ളം ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഈ ഒരു തിക്ക് ബാറ്ററാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു തിക്കായിട്ടാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചട്ടി വെക്കുന്നുണ്ട്. അതിലോട്ട് ഒരു കോഴിമുട്ട പൊരിക്കാനായിട്ടുള്ള അത്രയും ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതങ്ങനെ എല്ലായിടത്തുനിന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2 ഇതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പരത്തി കൊടുക്കണ്ട, കുറച്ചിങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഒപ്പാക്കി കൊടുത്താൽ മതി. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. അതേപോലെ ഞാൻ പാനിലും ചുട്ടെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലായിടത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിത് ഇങ്ങനെ 2 തവി ഒഴിച്ചു കൊടുത്തിട്ട് പരത്തി കൊടുക്കരുത്. ഇതിങ്ങനെ കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് കട്ടിയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാട് പരത്തി കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ കാണിച്ച പോലെ തന്നെ ചെയ്യണം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് കൊടുക്കണം, ഈ ഭാഗം കൂടി വെന്ത് കിട്ടാനായിട്ട്. സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതാകുമ്പോൾ കറിയും ആവശ്യമില്ലല്ലോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരണ്ട കേട്ടോ. ഓക്കെ.